ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നുണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരേ ഒരു ബീറ്റ്റൂട്ടും ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ചുവന്നുള്ളിയും പിന്നെ പച്ചമുളകുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചിരണ്ടി അരിഞ്ഞെടുക്കാവേ. കിഴങ്ങും ബീറ്റ്റൂട്ടും ഒക്കെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വളരെ എളുപ്പം നമുക്ക് പച്ചക്കറിയൊക്കെ തീരുന്ന സമയം ഒരു ബീറ്റ്റൂട്ടോ ഒരു കിഴങ്ങോ ഒക്കെ ബാലൻസ് കിടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-25 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ചുവന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പാതിയോ വല്ലതും ഇട്ട് കൊടുത്താൽ മതിയാവും. സവാള ഒരുപാട് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല, മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ബീറ്റ്റൂട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ആദ്യം തന്നെ ഞാൻ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മളിതിൽ മസാല ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എരിവിൽ വേണം തയ്യാറാക്കാനായിട്ട്. അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു ബീറ്റ്റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ സമാസമം ഇത് കിഴങ്ങും കൂടി എടുക്കണം. അപ്പം ഒരു ബീറ്റ്റൂട്ടിന് ഒരു കിഴങ്ങ്, അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ബീറ്റ്റൂട്ട് 2 എടുത്തിട്ട് കിഴങ്ങ് 1 എടുത്താലും മതി, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാവും. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതീയിലിരുന്ന് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതൊന്ന് വെന്ത് ശകലം ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഒരു ശകലം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി, അത് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഈ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരണവേ. ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ച് ചെറു തീയിലിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല. അപ്പം വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു വിട്ടേ പെട്ടെന്ന് അവർ കഴിക്കും കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. നമ്മളൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് കുത്തി നോക്കാം വെന്തോ വന്നിട്ടുണ്ടോയെന്ന്. അപ്പം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തോർന്ന് വരാനായിട്ട് ഒന്നിട്ട് കൊടുക്കാവേ. ഒരു 3-4 മിനിറ്റ് മാത്രം മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണവേ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ കിഴങ്ങും ബീറ്റ്റൂട്ടും ഒക്കെ ഒന്നിച്ച് അവർക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കിയതെങ്കിൽ
അപ്പം എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.